ഒരുപാട് ശത്രുക്കളുണ്ടെന്ന് സാറിന് അറിയാലോ. ആരോ മനഃപൂർവ്വം ചെയ്തതാ. ആൻസിയുടെ വളർച്ച ഇഷ്ടപ്പെടാത്ത ചിലരൊക്കെ. നിർത്ത് ഞാൻ വായിക്കട്ടെ. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ, ഞാൻ വായിച്ചു പഠിച്ചോളാം. ഇപ്പൊ നാട്ടുകാർ പറയുന്നത് പുതിയ പിള്ളേരെ പഠിപ്പിക്കുന്ന വിദ്യകളാ മേഡത്തിന്റെ കയ്യിലുള്ളതെന്ന്. ഇന്നലെ വീട്ടിൽ ചെന്നപ്പോഴേ ഞാൻ പിള്ളേരെ കൊണ്ട് നെറ്റ് ഓഫ് ചെയ്യിച്ചു. സാറിന്റെ വിഷമം കേൾക്കാനായിട്ടല്ല ഞങ്ങൾ വന്നത്, ഞങ്ങളുടെ വിഷമം പറയാനാ. നിയമപരമായിട്ട് സാറിന് എങ്ങനെ ഞങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് അറിയാനായിട്ടാ. ഒരു സാധാരണ SI ആയ പോലീസുകാരന് ഈ കേസിൽ എന്ത് സഹായമാ ചെയ്യാൻ കഴിയുന്നത്? 100% തെളിവോടുകൂടി ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ നിറഞ്ഞു കിടക്കുകയല്ലയോ. എനിക്ക് പുറത്തിറങ്ങി പറയാൻ പറ്റുമോ ഇത് തട്ടിപ്പാ, ആരോ ചെയ്യിച്ചാന്നൊക്കെ? ആര് വിശ്വസിക്കും? സോൾഡ് ആയിട്ടുള്ള തെളിവ് മുന്നിൽ നിൽക്കുമ്പോ അതില്ലാന്ന് തെളിയിക്കാൻ കുറച്ച് പാടാ. സാറേ, ഇവൾ അങ്ങനെ പോകുന്ന ഒരാളല്ല. അവളുടെ മുഖം മാത്രമേ അതിലുള്ളൂ, എനിക്ക് ഉറപ്പാ. അതില് വേറൊരു ചെറുപ്പക്കാരനും കൂടി ഉണ്ടല്ലോ, അയാളെ കൊണ്ട് സാറിന് പറയിച്ചൂടെ? അത് ചോദ്യം. ഇതെടുത്തവനെ അതിബുദ്ധിമാനാ. അവന്റെ മുഖം ആ ക്യാമറയിലെങ്കും വന്നിട്ടേ ഇല്ല. നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു അത്. സാറേ, ഞാനെന്ത് ശ്രദ്ധിക്കാനായിട്ടാ? ഞാൻ എന്റെ ഭർത്താവിനെയും പിള്ളേരെയും വിട്ടിട്ട് എങ്ങോട്ടും പോവാറില്ല. പോയാൽ തന്നെ ഞാനത് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലാ. തിരിച്ച് വീട്ടിലേക്കും സുഹൃത്തുക്കളുടെ എന്റെ ബന്ധുക്കളുടെ വീട്ടിൽ കൂടെ ഞാൻ പോവാറില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനാ? നിങ്ങൾ ഹിമ കണക്ഷൻസിൽ വന്ന് ജോലി ചെയ്യുന്നതിന് മുമ്പ് പല സ്ഥലത്തും പോയിട്ടുള്ളതായിട്ട് ഞങ്ങൾക്കറിയാം. ഫാഷൻ ഷോയുടെയും ഇവന്റ് മാനേജ്മെന്റിന്റെയും അങ്ങനെ പല ഗ്രൂപ്പിലും പോയിട്ടുള്ളതാ. എന്നിട്ട് ഇപ്പൊ പറയുന്നു കുടുംബം വിട്ട് എങ്ങും പോയിട്ടില്ലെന്ന്. ആൻസീസ് ഡിസൈൻസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിലുണ്ടല്ലോ. ഇത്രയും ആരാധാരം നിങ്ങൾ വളർത്തുമ്പോ കുറച്ചുകൂടെ കെയർഫുൾ ആകണമായിരുന്നു. സാറേ, ഞങ്ങളൊരു കംപ്ലൈന്റുമായിട്ട് ഇങ്ങോട്ട് വന്നത് അത് തെറ്റ് ചെയ്യാത്തതുകൊണ്ടല്ലേ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുമോ? ആരൊക്കെയോ ചേർന്ന് ചതിച്ചതാ. അപ്പൊ സത്യം എന്താണെന്ന് അറിയാൻ പോലീസ് സ്റ്റേഷനിലല്ലാതെ ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? സാറ് പറ. എന്നാലൊരു കാര്യം ചെയ്യും, സൈബർ സെല്ലിൽ കൊണ്ടുപോയി ഒരു പരാതി കൊടുക്കും. സാർ, ഈ കംപ്ലൈന്റ് തന്നെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്താൽ മതിയോ? അത് ഞങ്ങൾ ഫോർവേഡ് ചെയ്തോളാം. നിങ്ങൾ നേരിട്ട് പോയി വേറൊരു കംപ്ലൈന്റ് കൊടുക്കും. സാറേ, ഞാൻ അങ്ങോട്ട് ഇറങ്ങുമോ സാറേ? ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, ഒരു പരാതിക്കാരി. ശരി സാറേ. അപ്പോൾ നിങ്ങൾ സൈബർ സെല്ലിൽ പോയി ഒരു പരാതി കൊടുക്കും. ആൻസി മാഡത്തിന് 2 പിള്ളേരല്ലേ, സ്കൂളിൽ പഠിക്കില്ലേ? അവരെങ്കിലും ഒന്ന് ഓർക്കണമായിരുന്നു. ഞാനൊന്ന് SP ഓഫീസ് വരെ പോയിട്ട് വരാം. ശരി സാർ.